സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റിലെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഏരിയയെ പറ്റിയാണ് നോക്കുന്നത്. എന്താണ് പോപ്പുലേഷൻ, ഫിഷ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു സെയിം സ്പീഷീസിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമുള്ള സെയിം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ്, അഗ്രിഗേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെയിം സ്പീഷീസ് ആയിരിക്കണം, അതിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള, അതായത് ഇപ്പോൾ ഒരു റിവർ സിസ്റ്റം എടുത്തെങ്കിൽ ആ റിവറിലുള്ള ഒരു പർട്ടിക്കുലർ സ്പീഷീസ്, ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ അതിനകത്തുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ, അതിനകത്തുള്ള ഇൻഡിവിജ്വൽസിനെ എല്ലാം ചേർന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താണ്, ആ റിവറിലുള്ള പർട്ടിക്കുലർ സ്പീഷീസിന്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ സഹ്യാദ്രി ഡെന്നിസോണിയോ അല്ലെങ്കിൽ മിസ് കേരള എന്ന് പറയുന്ന ഫിഷ് എടുത്തു കഴിഞ്ഞാൽ അത് ചാലക്കുടി പുഴയിലുണ്ട്. ചാലക്കുടി പുഴയിലുള്ള ആ ഫിഷസ്, അങ്ങനെ ചാലക്കുടി പുഴയിലുള്ള ആ ഫിഷിന്റെ പോപ്പുലേഷൻ എന്ന് പറയും. ഇതേ സാധനം തന്നെ നമ്മുടെ കല്ലടയിലുണ്ട്. അപ്പോൾ കല്ലടയിലുള്ള എന്താണ്, വേറൊരു പോപ്പുലേഷനാണ്. സോ സച്ച് പോപ്പുലേഷൻ gets cut off from another discrete population, the same species, through a discontinuity between their distribution ranges. എന്താണ് സെപ്പറേറ്റ് ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് ഒരു വേരിയേഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ ചാലക്കുടിയിലെ പോപ്പുലേഷനും കല്ലടയിലെ പോപ്പുലേഷനും നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്, ഇവർ തമ്മിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതിനുള്ള റിവറുകൾ തമ്മിൽ ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനോ ഇവർ തമ്മിൽ ബ്രീഡ് ചെയ്യാനോ ഉള്ള ചാൻസ് വളരെ വളരെ റെയറാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവർ തമ്മിൽ എന്താണ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചസിൽ. So a population can be considered as a unit stock if its members exhibit sufficiently uniform characteristics in respect to their growth, spawning, natural mortality, response to fishing, morphometry, meristic count, serological properties, etc. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ അതിൽ പോപ്പുലേഷനെയാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, ഇൻഡിവിജ്വൽസിനെ നമ്മളൊരു സ്റ്റോക്ക് എന്ന് പറയണമെങ്കിൽ, ആ സ്റ്റോക്ക് എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പോപ്പുലേഷൻ എന്താണ്, ഒരു യൂണിഫോം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിനകത്തുള്ള എല്ലാ ഓർഗാനിസത്തിനും ഒരു യൂണിഫോം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അവരുടെ ഗ്രോത്ത് യൂണിഫോം ആയിരിക്കണം, അവരുടെ സ്പോണിംഗ് പീരീഡ് യൂണിഫോം ആയിരിക്കണം, അവരുടെ നാച്ചുറൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഫിഷിംഗ് പ്രഷർ മൂലം ഉണ്ടാകുന്ന മോർട്ടാലിറ്റി, അതുപോലെ അവർക്കുള്ള മോർഫോമെട്രി, അവരുടെ എല്ലാം ബോഡിയിൽ ഉണ്ടാകുന്ന മെരിസ്റ്റിക് കൗണ്ട്, മോർഫോമെട്രിക് ഫീച്ചേഴ്സ്, സെറോളജിക്കൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പോപ്പുലേഷനെ ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റൂ. ഒരു റിവർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓഷ്യൻ സിസ്റ്റം എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ഒരു സ്പീഷീസിന്റെ എല്ലാത്തിനെയും നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് താമസിക്കുന്നതിന് എല്ലാത്തിനെയും നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ആ പോപ്പുലേഷൻ സ്റ്റോക്ക് എന്നുള്ള രീതി കൺസിഡർ ചെയ്യണമെങ്കിൽ അതെന്താണ്, ഈ പറയുന്ന യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ പോപ്പുലേഷൻ എന്താണ് നമ്മൾ നോക്കി. ഇനി പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സയന്റിഫിക് ബ്രാഞ്ച് ആണ്. Is concerned with the short term and long term changes in the size and age composition of population. ഒരു പോപ്പുലേഷന്റെ ഏജ് കോമ്പോസിഷൻ, അതിന്റെ സൈസ് ആൻഡ് ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോസസ് ഇൻഫ്ലുവൻസിങ് ദോസ് സ്റ്റേജസ്. അപ്പോൾ ഒരു പോപ്പുലേഷന്റെ ലോങ് ടൈമിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന സൈസും ഏജും അതിന്റെ കോമ്പോസിഷനും അതിനെ സ്വാധീനിക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും എന്താണ് എന്നതിനെ പറ്റിയുള്ള പഠനമാണ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ അവരെന്താണ്, സ്റ്റോക്ക് എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ അവരുടെ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ ഷോർട്ട് ടൈം ഗ്രോത്തും പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ആണ്, ഇൻഡിവിജ്വൽ ഫിഷിൻ്റെ ഗ്രോത്ത് അല്ല. അതെന്താണ്, മാസ് ആവാം, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, രണ്ട് കൺസിഡറേഷനും എടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ബയോമാസ് ആണ് രണ്ടായാലും കൂടുന്നത്. സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിന് പഠനമാണ് പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. So ഇതെന്താണ്, it deals with the way population were affected by birth and death rate and by immigration, emigration and studies topics such as aging population or population decline. എന്താണ്, ഒരു പോപ്പുലേഷൻ ബർത്ത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ഡെത്ത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ഇമിഗ്രേഷൻ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, എമിഗ്രേഷൻ എങ്ങനെ അഫക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ബർത്ത്, ഒരു പുതിയ ഓർഗാനിസം ജനിക്കുകയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ പുതിയൊരു ഇൻഡിവിജ്വൽ ആഡ് ആവുകയാണ്. അപ്പോൾ എന്ത് പറ്റും, പോപ്പുലേഷൻ ഗ്രോ ചെയ്യുകയാണ്. ഒരാൾ മരിക്കുകയാണെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് ഒരു പോപ്പുലേഷൻ കുറയുകയാണ്. അപ്പോൾ എന്താണ്, ഗ്രോത്ത് എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് പോപ്പുലേഷൻ ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ആവുകയാണ്. സോ അതുപോലെ പോപ്പുലേഷൻ ഡിക്ലൈൻ, പോപ്പുലേഷൻ്റെ ഏജിങ്, ജനറൽ ആവറേജ് ഏജ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പോപ്പുലേഷൻ എപ്പോഴും എന്തായിരിക്കണം, ഒരു റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഹെൽത്തി പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റൂ. സോ അങ്ങനെ അല്ലാത്ത ഓർഗാനിസംസ് ആണ് അതിൽ കൂടുതലുണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ ഏജ് ആയി എന്ന് പറയാൻ പറ്റും. അതുപോലെ എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ, പുതിയതായിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് വന്നു ചേരുക, സെയിം സ്പീഷീസിലുള്ള സെയിം ഓർഗാനിസംസ് അതിലേക്ക് വന്ന് ആഡ് ആവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഈ രണ്ട് കേസും പോപ്പുലേഷനെ എന്താണ്, ഇൻക്രീസ് ചെയ്യാനും പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും കാരണവും. സോ ഇതൊക്കെയാണ് പോപ്പുലേഷൻ ഡൈനാമിക്സ് മേജറായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ദ എക്സ്പോണൻഷ്യൽ ലോ ഓഫ് മാൽറ്റ്യൂസ്, അല്ലെങ്കിൽ
മാൽത്യൂസിയൻ ഗ്രോത്ത് മോഡലിന്റെ ബേസിലുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ആദ്യത്തെ ഈ പോപ്പുലേഷൻ ഡൈനാമിക്സിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഈ റോളൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. അതിനുശേഷം നമുക്ക് വരുന്ന ഓരോരോ മോഡലുകൾ എന്തൊക്കെയാണെന്ന്, പോപ്പുലേഷൻ മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഫ് റിച്ചാർഡ്സ് 1957 വന്ന ഒരു ഒരു ജനറൽ മോഡലുണ്ട്. അതിനുശേഷം സൈമൺ ഹോപ്കിൻസ് എന്ത് പറ്റി, ഈ മോഡൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. കോംബർട്ട്, വെൽഹസ്റ്റ്, ലെഡ്ഗിർക്ക്, വോൺ ബെർത്തനാൽഫി ഇവരെല്ലാവരും എന്ത് പറ്റി, ഇതിന് ഒരു ജനറൽ ഫോർമുലേഷൻ കൊടുത്തു. അപ്പൊ 1959 എഫ് റിച്ചാർഡ്സൺ കൊണ്ടുവന്ന ജനറൽ മോഡൽ ഫോർമുലേഷനിൽ നിന്നാണ് ഇപ്പോൾ വോൺ ബെർത്തനാൽഫി ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ മോഡൽ അടക്കം എന്താണ് പല ഇതും പോപ്പുലേഷനെ സംബന്ധിച്ച പല മോഡലുകളും ഡെവലപ്പ് ആയി വന്നത്. സോ അതിനുശേഷമാണ് ലോട്ക വോൾട്ടേറ പ്രിഡേറ്റർ റിപ്ലൈ ഇക്വേഷൻസ് ആർ അനദർ ഫേമസ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് പോപ്പുലേഷനെ സ്വാധീനിക്കുകയാണ്. എന്താണ് പ്രേ പ്രിഡേറ്റർ ഇൻട്രാക്ഷൻ ആണ് ലോട്ക വോൾട്ടേറ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അതും എന്താണ് പോപ്പുലേഷനെ ബാധിക്കുന്നതാണ്. പോപ്പുലേഷൻ എന്താണ് ഒരു പ്രിഡേറ്ററി ഫിഷ് ഒരു പ്രിഡേറ്ററി ഓർഗാനിസംസ് ഒരു പ്രേ കൺസ്യൂം ചെയ്യുമ്പോൾ ആ പ്രേയുടെ എന്താണ് പോപ്പുലേഷൻ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പോപ്പുലേഷൻ ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ പോപ്പുലേഷൻ എന്താണ് ആവശ്യത്തിന് എൻവയോൺമെന്റൽ സപ്പോർട്ട് കിട്ടാതെ, അതിന് ആവശ്യമായ ഫീഡോ ബേസിക് നീഡ്സോ മീറ്റ് ചെയ്യാൻ പറ്റാതെ എന്താണ് അത് ടോട്ടൽ എക്സ്റ്റിൻഷൻ കാരണം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ് പ്രിഡേറ്റർ വേണം. സോ ഇതെല്ലാം എന്താണ് പോപ്പുലേഷൻ ഡൈനാമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അതുപോലെ ദ ബെസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ദാറ്റ് ഗിവൻസ് ദ പോപ്പുലേഷൻ ഡൈനാമിക്സ് ഓഫ് എനി ഗിവൺ സ്പീഷീസ് ഇസ് കാൾഡ് എക്സ്പോണൻഷ്യൽ മോഡൽ. എക്സ്പോണൻഷ്യൽ മോഡലാണ് ഏറ്റവും ബെസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡലായിട്ട് ഏത് പോപ്പുലേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫിഷറീസ് ആൻഡ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് മേജറായിട്ട് എന്താണ് 3 ഡൈനാമിക് റേറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ്. സോ ഇത് 3ആണ് മേജറായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പോപ്പുലേഷന്റെ ഏജ് സ്ട്രക്ചറാണ്. പോപ്പുലേഷന്റെ ഏജ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സോ ഇറ്റ്സ് ആൻ അഡാപ്റ്റീവ് സിഗ്നിഫിക്കൻസ് ബൈ എനേബിളിംഗ് ദ സ്പീഷീസ് ടു എക്സിസ്റ്റ് അണ്ടർ ഗിവൺ കണ്ടീഷൻസ്. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗിവൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഹാബിറ്റേറ്റ് കണ്ടീഷനിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാവുന്നതിനെ പറ്റിയുള്ള ഒരു ഇതാണ് പോപ്പുലേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടു സർട്ടൻ എക്സ്റ്റെന്റ് ദ പോപ്പുലേഷൻ ക്യാൻ അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്. എൻവയോൺമെന്റൽ ചേഞ്ചസ് അനുസരിച്ച് എന്താണ് ഈ പോപ്പുലേഷനിൽ പുതിയ പുതിയ ചേഞ്ചസ് വരുത്താൻ അവരെന്താണ് ജീവികൾ നിർബന്ധിതരാകും, അവർ അഡോപ്റ്റ് ചെയ്യും. ഈവൻ ബിറ്റ്വീൻ സ്പീഷീസ് ഓഫ് അക്വാട്ടിക് ഫോണ ഡിഫറൻസ് എക്സിസ്റ്റ്. നമ്മൾ അക്വാട്ടിക് ഫോണിൽ ഡിഫറെന്റ് അക്വാട്ടിക് ഫോണിൽ പല സ്പീഷീസ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചേഞ്ചസ് വന്നുണ്ട്. ദ ഏജ് ഓഫ് പോപ്പുലേഷൻ ഇസ് കൺട്രോൾ ബൈ ബോത്ത് ബയോളജിക്കൽ ആൻഡ് എക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ഒക്കെയാണ് ഇതിനകത്ത് മേജറായിട്ട്. നേറ്റാലിറ്റി മോർട്ടാലിറ്റി ഒക്കെയാണ് ഇതിനകത്ത് മേജറായിട്ടും ഏജിന്റെ പോപ്പുലേഷന്റെ ഏജിനെയും പോപ്പുലേഷന്റെ സ്ട്രക്ചറിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്രിഡേഷൻ അടക്കമുള്ള പല കാര്യങ്ങളും, ഡിസീസസ് കുറേ കാര്യങ്ങളും, എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഡ്രോട്ട് അതുപോലെയുള്ള ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് പല കാര്യങ്ങളും എന്താണ് ഈ പോപ്പുലേഷന്റെ ഏജിനെ എന്താണ് കൺട്രോൾ ചെയ്യും. സോ അതിൽ ഫസ്റ്റ് ഒന്ന് ലോ ഓഫ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്നുണ്ട്. The size of a population at any given time may be taken into a convenient end index of many forces that act upon a population. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്ട്രക്ചറിനെ നോക്കുമ്പോൾ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചറിന്റെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള എൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിനേക്ക് എന്താണ് ആക്ട് ചെയ്യപ്പെടുന്ന ഡിഫറെന്റ് ഫോഴ്സസിലേക്കാണ്. എൻവയോൺമെന്റൽ ആവാം, ബയോളജിക്കൽ ആവാം, അതുപോലുള്ള പല ഫോഴ്സസിലേക്കുള്ള എന്താണ് എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും എന്താണ് അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ ടൈമിൽ അതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു, പോപ്പുലേഷനകത്ത് ഉണ്ടാകുന്നു, അതിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കും ആ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത്. The growth of a population is determined by natality, mortality, dispersion. നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. These are controlled by various ecological forces, namely density dependent and density independent factors. അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും ആയിട്ടുള്ള രണ്ട് തരം ഫാക്ടേഴ്സ്, എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് മേജറായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അണ്ടർ ഒപ്റ്റിമൽ എക്കോളജിക്കൽ കണ്ടീഷൻസ് എ പോപ്പുലേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഗ്രോ ടു ഇറ്റ്സ് മാക്സിമം സൈസ്. അപ്പോൾ എല്ലാ വിധത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്കോളജിക്കൽ കണ്ടീഷൻസിൽ, അതായത് അനുകൂലമായ എക്കോളജിക്കൽ കണ്ടീഷൻസിൽ ഒരു പോപ്പുലേഷനിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്താണ് ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ആ പോപ്പുലേഷനെ ഗ്രോ കൂട്ടാനും, അതായത് നമ്മൾ നാച്ചുറലി അതിന് എന്താണ് ബ്രീഡിങ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന രീതി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് ഒപ്റ്റിമൽ ലെവലിൽ കൂടുതൽ വളരാനും, അല്ലാതെ എന്താണ് ചിലപ്പോൾ നമ്മൾ ഇന്റർവെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് കറവി ചെയ്യുന്ന അടക്കമുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് പോപ്പുലേഷൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെയുള്ള ഇത് ഇന്റർവെൻഷൻ ഉണ്ടാവാതിരുന്നാൽ ആ പോപ്പുലേഷന്റെ മാക്സിമം സൈസിലേക്ക് ഇത് ഗ്രോ ചെയ്യും. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ആൻ എക്കോസിസ്റ്റം ഇൻ വിച്ച് ഫിഷ് ലൈഫ്സ്. ഇപ്പോൾ ഫിഷിന്റെ കേസിൽ ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സിസ്റ്റത്തിൽ
ആ സിസ്റ്റത്തിന് എത്രത്തോളം ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടോ ആ ലെവൽ വരെ എന്താണ് അതിൻ്റെ മാക്സിമം ഗ്രോത്ത് അറ്റൈൻ ചെയ്യും. ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റത്തിന് എത്രത്തോളം പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന് എത്രത്തോളം മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി പറയുന്നത്. ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ പോപ്പുലേഷൻ്റെ സൈസ് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, പോപ്പുലേഷൻ ഡിക്ലൈൻ ആവും. കാരണം അവിടെ അവർക്ക് ആവശ്യമായ റിസോഴ്സസ് അവിടെ ഇല്ലാതെ വരും. സോ അടുത്തത് ലോ ഓഫ് ഗ്രോത്ത് എന്നുള്ളതാണ്. സോ law of growth is quantitative aspect of development. The individual or a population growth and the growth show variation in the food supply. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്തും ഫുഡ് സപ്ലൈ ആയിട്ട് എന്ത് പറ്റും, വേരിയേഷൻ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. മറ്റെന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. When a fish feeds actively, it undergoes motination quickly and the rate of growth of an individual is also high. അപ്പോൾ നമ്മളെന്താണ്, ഫിഷ് ആക്റ്റീവായിട്ട് ഫീഡ് കഴിക്കുന്നുണ്ടെന്ന് പറ്റും, അത് എന്താണ് വളരെ പെട്ടെന്ന് വളർന്ന് എന്താണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും. റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ലാർജ് സൈസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എനിമീസ് ആൻഡ് എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ്. അപ്പോൾ ഒരു ഫിഷിനെയൊക്കെ കേസ് എടുത്തെങ്കിൽ ഫിഷ് ലാർവൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ഫിഷിൻ്റെ ജൂനിയർ സ്റ്റേജിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഡേറ്റേഴ്സ് ഫിഷസിനെ ആക്ട് ചെയ്യുന്നത്, അതിനെ പിടിച്ചിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ എന്താണ്, സൈസ് കൂടുന്നതനുസരിച്ച് എന്താണ് അതിൻ്റെ പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ എന്ത് പറ്റും, ഒരുപാട് പ്രിഡേറ്റേഴ്സിന് അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുകയും പോപ്പുലേഷനിൽ എന്താണ് ആ ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടി വരികയും ചെയ്യും. The increase in length before maturity is more dependent on the food intake than after maturity. അപ്പോൾ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള ഗ്രോത്ത്, ലെങ്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, മെച്യൂരിറ്റി എത്തിയതിനു ശേഷമുള്ള ഗ്രോത്ത് ഫുഡ് ഇൻടേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതാണ്. ആഫ്റ്റർ മെച്യൂരിറ്റി കിട്ടിയതിന് ശേഷമുള്ള ഇതിനേക്കാൾ എന്താണ് കുറവായിരിക്കും, കൂടുതലായിരിക്കും. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഫീഡിങ് അതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വളരും. മെച്യൂരിറ്റി സ്റ്റേജിന് ശേഷം നമ്മൾ എത്ര ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ മെച്യൂരിറ്റി സ്റ്റേജിന് മുമ്പുള്ള അത്ര ഗ്രോത്ത് റേറ്റ് നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്, മെച്യൂരിറ്റിക്ക് ശേഷം സെക്ഷൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട് അവർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിനാൽ എന്താണ് അവരുടെ ഓവറോൾ ഗ്രോത്ത് ഞാനത് കോംപ്രമൈസ് ചെയ്യപ്പെടും. സോ ഇൻ പ്രിൻസിപ്പിൾ ഗ്രോത്ത് ഓഫ് ഫിഷ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ കൺവേർഷൻ എഫിഷ്യൻസി വിച്ച് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ്. സോ ഫുഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ ഗ്രോത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫുഡിനെ എങ്ങനെ അവർക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാം, ഫുഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതുപോലെ അവരുടെ ബോഡി മെറ്റബോളിസം ഫിസിയോളജി അനുസരിച്ചിരിക്കും. ദെൻ ട്രോഫിക് കണ്ടീഷൻ ഓഫ് ദ എക്കോസിസ്റ്റം ഇൻ ദ പ്രസൻസ് ഓഫ് ഫേവറേറ്റ് ഫുഡ് സോൾഡ് ബൈ ദി ഫിഷ്. അപ്പോൾ ട്രോഫിക് സിസ്റ്റത്തിൽ ആ എക്കോസിസ്റ്റത്തിൽ ഏതിലാണോ ഫിഷ് വരുന്നത് അവർക്ക് ആവശ്യമായ ഫേവറേറ്റ് ഫുഡ് അവിടെ എന്താണ് ആവശ്യത്തിന് അവൈലബിൾ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ പറ്റും സ്വാഭാവികമായിട്ട് അവർ ആ ഫീഡ് ഓവറായിട്ട് കഴിക്കുകയും ചെയ്യും, അവരതിനനുസരിച്ച് ഗ്രോ ചെയ്യുകയും ചെയ്യും. Then biological features of a population എന്നുള്ളത്. So in a population after this age, reproductive potentiality decreases and omission of some spawning season is also common. So population എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജ് ആയിക്കഴിഞ്ഞാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യാലിറ്റി കുറയും. അവർ ചില സ്പോണിംഗ് സീസൺ എന്ത് പറ്റും യൂസ് ചെയ്യാതെ ആ സ്പോണിംഗ് സീസണിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാതിരിക്കും, റീപ്രൊഡക്റ്റീവ് എബിലിറ്റി യൂസ് ചെയ്യാതിരിക്കും. The age structure of a population, its growth, sexual maturity changes with regard to the availability of food. അപ്പം ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും എന്താണ് ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ സെക്ഷൽ മെച്യൂരിറ്റി ചേഞ്ചസ്, അതിൻ്റെ പോപ്പുലേഷൻ സ്ട്രക്ചർ തുടങ്ങിയ എല്ലാ കാര്യവും എന്താണ് മേജറായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫുഡാണ്. ആവശ്യത്തിന് ഫുഡ് കിട്ടിയാൽ മാത്രമേ പോപ്പുലേഷനുള്ള ഓർഗാനിസംസ് വളരത്തുള്ളൂ. കൃത്യമായ ഗ്രോത്ത് നടന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ടുള്ള ടൈമിലുള്ള സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗ്രോത്തും സെക്ഷൽ മെച്യൂരിറ്റിയും റീപ്രൊഡക്റ്റീവ് സ്റ്റേജസും എല്ലാം കൂടി ഡിറ്റർമിൻ ചെയ്താണ് എന്താണ് ഒരു പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. So this influences the size of fish and fecundity, as the number of eggs laid by a fish change with the food supply and many recruits are released as a spawning season of the fish. പറഞ്ഞല്ലോ, അപ്പോൾ ആവശ്യത്തിന് പ്രോപ്പറായ ഫുഡ് എല്ലാം കിട്ടിയ നല്ല രീതിയിൽ മെച്ചുവർ ആയ ഒരു ഫിഷ് ആണെങ്കിൽ, ഫിഷിൻ്റെ സൈസ് നല്ലതാണെങ്കിൽ അതിൻ്റെ ഫീക്കൻഡിറ്റിയും നമ്പർ ഓഫ് എഗ് ലേഡ് ചെയ്യുന്ന എന്തായിരിക്കും ഇൻക്രീസ് ആയിരിക്കും. സോ അതിനനുസരിച്ച് എന്ത് പറ്റും, പുതിയ റിക്രൂട്ട്സ് ആ പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യുന്നതും കൂടുതലായിരിക്കും. ദ ഗ്രോത്ത് ഇൻ ലെങ്ത് ആൻഡ് വെയിറ്റ് ആൻഡ് ഫീക്കൻഡിറ്റീസ് എ പോപ്പുലേഷൻ ആൾവേസ് ഫോളോ സിഗ്മോയ്ഡ് കർവ്. അപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ലെങ്ത് ആൻഡ് വെയിറ്റ് റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫീക്കൻഡിറ്റി റേഷ്യോ കൂടെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതപ്പോൾ ഒരു സിഗ്മോയ്ഡ് കർവിലായിരിക്കും. The initial life cycle, all biological factors will increase with age, but once the population reaches maximum size, the factors show decline. So biological factors ഫസ്റ്റ് ഇനിഷ്യൽ ഒരു പോപ്പുലേഷൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, എല്ലാ ബയോളജിക്കൽ ഫാക്ടേഴ്സും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്താണ് പോപ്പുലേഷൻ എന്താണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതിന് മുമ്പിലുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം ബേസിക്കലി സപ്പോർട്ടീവ് ആയിരിക്കും.
സോ അപ്പോൾ എന്താണ് പോപ്പുലേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, പ്രോപ്പറായ ഫുഡ് കിട്ടും, ആവശ്യത്തിന് എന്താണ് സ്പേസ് തുടങ്ങിയ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ പോപ്പുലേഷൻ മാക്സിമം സൈസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെയുള്ള ഓർഗാനിസത്തിന് എന്ത് പറ്റും, പിന്നെ അതിൽ കൂടുതൽ ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം എന്ത് പറ്റും, ഡിക്ലൈൻ ചെയ്യും. അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാതെ വരും, അവർക്ക് ആവശ്യമായ സ്പേസ് ഇല്ലാതെ വരും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം എന്താണ്, ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അക്വേറിയം ടാങ്കിൽ ഇടാവുന്ന എത്ര മീൻ ഇടാം എന്നൊരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത്ര മീൻ ഇടാൻ പറ്റും. അതിൽ കൂടുതൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു സഫക്കേഷൻ ആവും, അവർക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ടായിരിക്കത്തില്ല, നമ്മൾ കൊടുക്കുന്ന ഫീഡ് അവർക്ക് മുതലാവും, തികയത്തില്ല. അതുപോലെ അതിനകത്ത് എന്തെങ്കിലും ഇവരുടെ എല്ലാം വേസ്റ്റ് അതിൽ വീഴുമ്പോഴത്തേക്കും എന്ത് പറ്റും, അത് പ്രോപ്പറായിട്ട് എന്താണ് റീസൈക്കിൾ ചെയ്ത് അവർക്ക് അൺഅഫക്റ്റഡ് ആയിട്ട് പോകാനുള്ള ബാക്ടീരിയൽ പോപ്പുലേഷൻ അതിനകത്ത് ഉണ്ടാകത്തില്ല. സോ എത്ര ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഫിൽറ്ററിനും ഡിസോൾവ് ഓക്സിജനും എല്ലാത്തിനുള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മാക്സിമം എണ്ണം കൂട്ടാൻ പറ്റും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ നമ്മളെന്താണ് ആ കൊടുക്കുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഓക്സിജൻ ഇഞ്ചെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എയറേറ്റർ വയ്ക്കുക, അതുപോലെ ഇത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം അതോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, തുടങ്ങിയ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അതെന്താണ് അവിടെ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ നമ്മളൊരു മാനിപ്പുലേഷൻ വരുത്തുകയാണ്. അതെന്താണ് ഫേവറബിൾ ആയിട്ടുള്ള മാനിപ്പുലേഷൻ നടത്തി എന്താണ് അവിടെ പോപ്പുലേഷൻ്റെ സൈസ് കൂട്ടുകയാണ്. പക്ഷേ അതിനും എന്താണ് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഫിഷസ് എല്ലാം ഡെഡ് ആവും. സോ ഇനി സ്റ്റോക്ക് അസസ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് അസസ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ഫിഷറീസ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു, സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മളിപ്പോൾ ഫിഷിങ്ങിന് പോകുന്നു, നമുക്ക് ആവശ്യത്തിനുള്ള ഫിഷ് നമ്മൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഫിഷ് വേണം. അപ്പോൾ നമ്മൾ ഉള്ള ഫിഷിനെ എല്ലാം ഒറ്റയടിക്ക് ഫിഷിനെ ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ പോപ്പുലേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിക്ലൈൻ ആവുകയും നമുക്ക് അടുത്ത വർഷം ആ സോഴ്സ് കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഫിഷിനെ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ നിലനിന്ന് പോകാനുള്ള സ്റ്റോക്കിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു പോർഷൻ മാത്രമേ നമുക്ക് എന്തായാലും നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മേജറായിട്ട് ഫിഷസിൻ്റെ കേസിൽ. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് നമ്മൾ അസസ്മെന്റ് ചെയ്യണം. സോ ഇതിനാണ് നമ്മൾ സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഫിഷറീസ് മാനേജ്മെന്റിലെ ഏറ്റവും മികച്ച ഒരു 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 ടൂളാണ്. മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ, ഫിഷറീസ് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഇസ് ടു എൻഷുർ കണ്ടെയ്ൻ ഹെൽത്തി ഫിഷ് സ്റ്റോക്ക്, മെഷർമെന്റ് ഓഫ് സ്പോണി സ്റ്റോക്ക് ബയോമാസ്, അതായത് സ്പോൺ ചെയ്യാൻ പറ്റുന്ന റീപ്രൊഡക്റ്റീവ് ആക്റ്റീവ് ആയിട്ടുള്ള എത്ര ഫിഷസ് ഉണ്ട് ഒരു സ്റ്റോക്കിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. സോ അലോ സെൻസിബിൾ കൺവേർഷൻ സ്ട്രാറ്റജീസ് ടു ബി ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഫിഷിംഗ് കോട്ടാസ്. ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഫിഷിംഗ് കോട്ടാസ് നിശ്ചയിക്കാൻ പറ്റൂ. ഇത്ര ഫിഷിനെ നമ്മൾ ഒരു വർഷം പിടിക്കാവൂ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഇൻ ഫിഷറീസ് മാനേജ്മെന്റ് സ്റ്റോക്ക് റെഫേഴ്സ് ടു ഹാർവസ്റ്റഡ് ഓർ മാനേജ്ഡ് യൂണിറ്റ് ഓഫ് എ ഫിഷ്. സോ ഫിഷറീസ് മാനേജ്മെന്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്ന ഫിഷസ് അല്ലെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന ഫിഷ് യൂണിറ്റ്. ഇപ്പോൾ ഒരു അക്വാകൾച്ചർ ഫോണ്ടിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 5000 മീൻ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 മീനാണ് എന്താണ് അതിനകത്ത് സ്റ്റോക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, പെർ ഇത്ര ഏരിയ എന്ന് പറയുന്നത്. ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ വൈൽഡായിട്ട് മീൻ പിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഇത്ര നമുക്ക് പിടിച്ചെടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരും. Typically, stocks are divided based on the geographical location and not based on the individual population. നമ്മളെന്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പോപ്പുലേഷൻ്റെ ബേസിലായിരിക്കത്തില്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ അറേബ്യൻ സീ എടുത്തു കഴിഞ്ഞാൽ ഗുജറാത്ത് ഏരിയയിലുള്ള ഫിഷസും അവിടെ തന്നെ എന്താണ് പല 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 ബാച്ചസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയല്ല നമ്മൾ എടുക്കുന്നത്, ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ അല്ല എടുക്കുന്നത്. നമ്മളൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ സൗതേൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ, സദേൺ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മറ്റൊരു റീജിയൻ, ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു റീജിയൻ, വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ അങ്ങനെ റീജിയൻ, ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന രീതിയിൽ വേറൊരു റീജിയൻ, അങ്ങനെ ഇന്ത്യൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചാണ് നമ്മൾ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്സ് ആർ നോട്ട് ആൾവേസ് കമ്പോസ് ഓഫ് സിംഗിൾ സ്പീഷീസ്. ഫിഷറീസിന്റെ കേസിൽ എന്താണ്, നമ്മൾ നേരത്തെ പോപ്പുലേഷനെ പറ്റി പറയുന്ന കണക്കല്ല, ഒരു സിംഗിൾ സ്പീഷീസ് ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്, മൾട്ടിപ്പിൾ സ്പീഷീസ് ആയിരിക്കും. ഡ്യൂ ടു ദെയർ ബീങ് ഹാർവസ്റ്റഡ് ടുഗദർ ഓർ എസ് ഫോം ഓഫ് കൺവീനിയൻസ് ഫോർ മാനേജേഴ്സ്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഓഷൻ നമ്മളിപ്പോൾ കൊല്ലത്തുനിന്ന് മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കുലർ ഫിഷസ് മാത്രമായിട്ട് കമ്പോസ് പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ത് പറ്റും, നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ സ്പീഷീസ് ആയിരിക്കും. ഇപ്പോൾ പെലാജിക് ഫിഷിംഗ് നടത്തുന്ന സമയത്ത് പെലാജിക് ഫിഷസിനെ എല്ലാവരും സിംഗിൾ സ്റ്റോക്ക് ആയിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെമേഴ്സൽ ഫിഷസിനെ പിടിക്കുമ്പോൾ ഇപ്പോൾ ടൂണ ഫിഷറിലൊക്കെ സിംഗിൾ സ്പീഷീസ് വെച്ചായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ടൂണ എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസ് അല്ല, ഒന്നിലേറെ സ്പീഷീസ് ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്തായിരിക്കും നമ്മൾ സ്റ്റോക്ക് അസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ ബോർഡർ ട്രോളിങ് നടത്തി ഷ്രിമ്പിനെ പിടിക്കുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് വേറെ ഫിഷസും മറ്റ് സാധനങ്ങളൊക്കെ വരും. അപ്പോൾ കിട്ടുന്ന എല്ലാത്തിനും കൂടെ നമ്മൾ എന്താണ് ഒരു കോമ്പോസിഷൻ, പർട്ടിക്കുലർ ഫിഷറിയിൽ എന്ത് കിട്ടുന്നു അതിനെ നമ്മൾ പർട്ടിക്കുലർ ഒരു സ്റ്റോക്കായിട്ട് ഇത് ചെയ്യും. എന്തിനാണ്, നമ്മളതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആക്കുക, കുറച്ചുകൂടി ഈസി ആക്കുക. സോ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബ്ലൂ ബാക്ക് ഹെറിങ്സും ആങ്കവീസും എന്ന് പറയുന്നത് എന്താണ്, റിവർ ഹെറിങ്സ് എന്നുള്ള ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്താണ്, ഇത് രണ്ടും രണ്ട് സ്പീഷീസ് ആണ്.
ഇവർ രണ്ടുപേരും സിമിലർ ഫിഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, സിമിലർ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ഒരേപോലെ തന്നെയാണ് ഇവരെന്താണ് ക്യാച്ചർ ചെയ്യുന്നത്, ഒരേ മെത്തേഡിലൂടെയാണ് ഇവർ ഹാർവസ്റ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ വിത്തിൻ എ സ്റ്റോക്ക് ആർ സബ് ഡിവൈഡഡ് ഇൻ കൊഹോർട്സ്. അപ്പോൾ നമ്മളെന്താണ് ഓരോ സ്റ്റോക്കിലുമുള്ള ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പിനെ, അതായത് നമ്മളെന്താണ് ഒരു സെയിം ഏജ്, ഇപ്പൊ ഈ വർഷം പോപ്പുലേഷനിൽ ആഡായ ഫിഷ് ബേൺ നമുക്കൊരു കൊഹോട്ട് എന്ന് പറയാം. പുതിയ റിക്രൂട്ട്മെന്റിൽ ഒരു പോപ്പുലേഷനിൽ ആഡായ സെയിം ഇയറിൽ ബോൺ ചെയ്ത ഗ്രൂപ്പ് ഓഫ് ഫിഷസിനെയാണ് നമ്മൾ കൊഹോട്ട് എന്ന് പറയുന്നത്. 2021 ഇപ്പോൾ റിലീസായ ഫിഷസ് ഉണ്ടെങ്കിൽ അതിനൊരു കൊഹോട്ട്, 22 റിലീസായത് മറ്റൊരു കൊഹോട്ട്, 2023 ഇനിയിപ്പോൾ വരുന്ന അടുത്ത ബാച്ച്, അടുത്ത സീസണിൽ സ്പോണിംഗ് സീസണിൽ പുറത്തേക്ക് വരുന്ന ഓർഗനൈസേഷൻസിനെ എല്ലാത്തിനും കൂടി ചേർത്തുകൊണ്ട് ആ പോപ്പുലേഷൻ പുതിയ ആഡിങ് ആണ്, അതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് പുതിയൊരു കൊഹോട്ട് എന്ന് നമ്മൾ പറയും. സോ ഇത് ഇനി നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയാം. പോപ്പുലേഷൻ ഈസ് എ ബ്രീഡിംഗ് യൂണിറ്റ് ഓഫ് സ്പീഷീസ് ഹാവിംഗ് കോമൺ സ്പോണിംഗ് ഗ്രൗണ്ട്. ഇപ്പോൾ മറൈൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയ ഒരു സ്പോണിംഗ് ഗ്രൗണ്ടിലുള്ള ഒരു സ്പീഷീസിന്റെ എന്താണ് ഒരു ബ്രീഡിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സെയിം സ്പീഷീസ് ദാറ്റ് ലിവിംഗ് ടുഗദർ ഇൻ ദ സെയിം പ്ലേസ്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ സെയിം സ്പീഷീസിനുള്ള ഓർഗാനിസംസ് എന്താണ് ഒരുമിച്ച് ജീവിക്കുന്നത്. ആൻഡ് ദാറ്റ് പൊസസ് ആൻ ആവറേജ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്. നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. ഇതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള പോപ്പുലേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. So individuals organism but does not require that we know which individuals give birth or die or where they are located in space. അപ്പോൾ നമ്മൾ ഈ പോപ്പുലേഷന് ഏത് ഓർഗാനിസമാണ് ബർത്ത് കൊടുത്തത്, ഏത് ഓർഗാനിസമാണ് ഡെഡ് ആവുന്നത്, ഏതാണ് പുതിയതായിട്ട് ജനിച്ചത്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് പറ്റും, നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് ആ പോപ്പുലേഷൻ്റെ ഓവറോൾ സിസ്റ്റമാണ് ആവശ്യമുള്ളത്. ആവറേജ് ബർത്ത് റേറ്റ്, ആവറേജ് ഡെത്ത് റേറ്റ്, അതെന്താ നമ്മളതുപോലെ എന്താണ് അതിനകത്തുള്ള വേരിയബിലിറ്റി, എന്താണ് ലൊക്കേഷൻ, അതായത് ഇമിഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ആവറേജ് ആണ് നമുക്ക് ആവശ്യം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെയും നമുക്ക് ആവശ്യമില്ല, ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഒരു സ്റ്റോക്കിനെ എന്താണ് ഒരു സിംഗിൾ സിസ്റ്റമായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും പോപ്പുലേഷൻ സ്റ്റഡി, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെല്ലാം യൂസ് ചെയ്യുന്നത്. So most definitions of population have some kind of spatial reference. Simple and least constructive of these is that a population is a group of individuals in the same species that live together in a particular area. അപ്പോൾ റഫ് ഗാർഡൻ 1989 എന്ന് പറഞ്ഞാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതിനുള്ള എന്താണ് ഒരു പോപ്പുലേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സെയിം സ്പീഷീസ് ദാറ്റ് ലിവിങ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന സെയിം സ്പീഷീസിലുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ population എന്ന് പറയുന്നത്. However, even though the definition is widely used by ecologists, it gives rise to serious difficulties with misinterpretation. പക്ഷേ എക്കോളജിക്കൽ ആസ്പെക്ട് പറയുമ്പോൾ എന്ത് പറ്റും, ഇതിനകത്ത് ഒരുപാട് മിസ്ഇന്റർപ്രിട്ടേഷൻസ് വന്നു ഈ ഡിഫിനിഷന്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതിനകത്ത് കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ റിഗറസ് ആയിട്ടുള്ള ഒരു സ്പാറ്റിൽ ഡയമെൻഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള മറ്റൊരു ഡിഫിനിഷൻ വന്നു. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ലിവ് ടുഗദർ ഇൻ എ ഏരിയ of sufficient size that all requirement for reproduction, survival and migration can be met എന്നായി. അപ്പം എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. അതായത് പോപ്പുലേഷൻ സഫിഷ്യന്റ് സൈസ് ആയിരിക്കണം, അതോടൊപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കണം, സെയിം ഇൻഡിവിജ്വൽ ആയിരിക്കണം, അവരുടെ സർവൈവല്, അവരുടെ റീപ്രൊഡക്ഷൻ, അവരുടെ മൈഗ്രേഷൻ, ഇതെല്ലാം എന്താണ് അതിനകത്ത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഫിഷ്യന്റ് സൈസ് അതിനുണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ എന്താണ് പോപ്പുലേഷൻ്റെ ഡെഫിനിഷൻ മാറി. ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ടു കൺവിൻസ് ഓഫ് ആൻ ഏരിയ ഓഫ് സഫിഷ്യന്റ് സൈസ് സച്ച് ദാറ്റ് ദ റേറ്റ് ഓഫ് എമിഗ്രേഷൻ ഔട്ട് ഓഫ് ദ ഏരിയ ആൻഡ് ഇമിഗ്രേഷൻ ഇൻ ടു ദ ഏരിയ റഫ്ലി ബാലൻസ്. അപ്പോൾ ഇതിനകത്ത് ഇമിഗ്രേഷനും കൂടെ വരുമ്പോൾ എന്ത് പറ്റി, അതും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എന്ത് പറ്റി, നമുക്ക് ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റി. Whether the method is used to define the appropriate size of an area with which the population of a particular organism exists, it is important that most of the changes in population size and density is due to birth and death rather than emigration and immigration. So പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും അസംഷന്റെ ബേസിലായതുകൊണ്ട് തന്നെ എന്താണ് ഇമിഗ്രേഷൻ ഒക്കെ വന്നും പോയിരിക്കുന്ന വളരെ ചുരുക്കമാണ്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ആണ് മേജറായിട്ട് പോപ്പുലേഷൻ സൈസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Local population is a group of organisms of the same species that live together in an area where the high probability of interbreeding സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ല സെയിം സ്പീഷീസ് എന്നുള്ള ഒരു ചെറിയ പോപ്പുലേഷൻ, ലോക്കൽ പോപ്പുലേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെറിയ പോപ്പുലേഷൻ നമ്മൾ ലോക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്പർ ഓഫ് ഓർഗാനിസംസ് കുറവായിരിക്കും, അവരെന്താണ് ലിവ് ചെയ്യുന്ന ഏരിയ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കുള്ള പ്രോബബിലിറ്റി, ഇന്റർബ്രീഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും.
സോ ഇതിനെയാണ് നമ്മൾ സബ് പോപ്പുലേഷൻ എന്നും പറയുന്നത്. ലോക്കൽ പോപ്പുലേഷൻ എന്നും സബ് പോപ്പുലേഷൻ എന്നും പറയുന്ന സെയിം സാധനം തന്നെയാണ്. സോ ഇതിനെ നമ്മൾ ഈ സിസ്റ്റമാറ്റിക്സിന്റെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഡെം എന്നാണ് പറയുന്നത്. DEME, ഡെം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെം എന്ന് പറയുന്നത് എന്താണ്? സബ് പോപ്പുലേഷൻ ആണ്. അതായത് ഒരു പോപ്പുലേഷൻ മൊത്തത്തിൽ എടുക്കുമ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയ അവർ ഇന്റർബ്രീഡ് ചെയ്യാനുള്ള സാധ്യതയുള്ള രീതിയിലുള്ള ചെറിയ പോപ്പുലേഷൻ സൈസിലുള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ സബ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡെം എന്നും പറയുന്നത്. So immigration and emigration from local population need not necessarily be balanced, and there may be fairly high probability of local extinction. അപ്പോൾ ഇതിനകത്ത് എന്താണ് ലോക്കൽ എക്സിഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ഒരു എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, പോപ്പുലേഷനിൽ ഇപ്പോൾ ലോക്കൽ പോപ്പുലേഷനുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അവർ ഇമിഗ്രേഷനും എമിഗ്രേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വിത്ത് പോപ്പുലേഷൻ എന്ത് പറ്റും, ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻബ്രീഡിങ് ഉണ്ടാവാതിരിക്കാനും ലോക്കലി എന്താണ് അവർ എക്സ്റ്റെൻഡ് ആവാനും ലോക്കൽ എക്സ്റ്റൻഷനും കാരണമായുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത മെറ്റാ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഒക്കേഷണൽ മൈഗ്രൻസിന്റെ ഗ്രൂപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എന്താണ് പുതിയ പുതിയ ഓർഗൻസും അതിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ നമ്മൾ മെറ്റാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഇസ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ആണ് ഏരിയ. ഒരു ഏരിയയിലുള്ള എല്ലാ ഓർഗാനിസത്തിനും കൂടി ചേർത്തുകൊണ്ടുള്ള എസ്റ്റിമേഷൻ നമ്മൾ അബ്സല്യൂട്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. So in the population density. Population density is an estimate of number of organisms per unit area. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എത്ര ഓർഗാനിസം ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഹെക്ടർ അല്ലെങ്കിൽ ഇത്ര ഓർഗാനിസം ഒരു പെർ ഹെക്ടർ അല്ലെങ്കിൽ പെർ ഏക്കർ. നമ്മളിപ്പം എന്താണ് നമ്മളിപ്പോൾ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി ഒക്കെ പറയുന്നതാണ് ഇത്ര സീഡ് പെർ ഹെക്ടർ എന്നുള്ള കാൽക്കുലേഷൻ അല്ല. അപ്പോൾ അതുപോലെ എന്താണ് അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഹാബിറ്റാറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ഹാബിറ്റാറ്റിൽ എത്ര ഓർഗാനിസം. അപ്പോൾ നമ്മളൊരു ബാക്ടീരിയ എന്തെങ്കിലും പോപ്പുലേഷനോ അല്ലെങ്കിൽ ഇന്ന ഒരു ഓർഗാനിസമോ കിലോഗ്രാം ഓഫ് സോയിൽ, ഒരു കിലോഗ്രാം സോയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സീ വാട്ടറിൽ ഉള്ള ബാക്ടീരിയയുടെ പോപ്പുലേഷൻ പെർ ലിറ്ററിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാൽക്കുലേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നോക്കാനുള്ളത് സ്ട്രാഡ്ലിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ എന്താണ് സ്റ്റോക്ക് ഓഫ് എ പോപ്പുലേഷൻ അല്ലെങ്കിൽ അതിന് പൊള്ളോക്ക് എന്ന് പറയും. മൈഗ്രേറ്റ് ബിറ്റ്വീൻ ഓർ ഒക്കർ ഇൻ എ ബോത്ത് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ആൻഡ് ഫിഷിംഗ് എൻഡേറ്റീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫിഷിംഗ് സോണിനെ നമ്മൾ മറൈൻ സെക്ടറിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഇതിൽ നിന്നും ഇത്ര പർട്ടിക്കുലർ നോട്ടിക്കൽ മൈൽ അകലത്തിലേക്ക്, അതായത് നമ്മളിപ്പോൾ എന്താണ് ഒരു ജോഗ്രഫിക്കൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എന്താണ് ടെറിട്ടറിയൽ റീജിയനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെ ഉള്ള ഏരിയ എക്കണോമിക് ആ രാജ്യത്തിൻ്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 12 നോട്ടിക്കൽ മൈൽ ടെറിട്ടോറിയൽ വാട്ടർ എന്നാണ് പറയുന്നത്. സോ ഇതിനുള്ളിൽ ഉണ്ടാകുന്ന പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ എന്ത് പറ്റും, ഇത് ഇപ്പോൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ ഉള്ളിലേക്ക് ഇതെന്താണ് യുണൈറ്റഡ് നേഷൻസ് ലോ ഓഫ് സീസ് പ്രകാരമാണ് ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണൊക്കെ വന്നിരുന്നത്. ഇതിൽ വേരിയേഷൻ വരുന്ന എപ്പോഴാണ് നമ്മൾ നേരത്തെ നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എന്താണ് ഈ പറയുന്ന ഈ സെഡ് ഓവർലാപ്പ് ചെയ്ത് വരുവാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന 200 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഇന്ത്യ ശ്രീലങ്ക പാക് സൈറ്റ് 200 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് അത് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ആയിട്ട് രണ്ട് രാജ്യങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കും. ഇത്ര അവിടെ എക്കണോമിക് സോണെന്നും ഇത്ര ഏരിയ ഇന്ത്യയുടെ എക്കണോമിക് സോൺ എന്നുള്ള രീതി മാറ്റി കൊടുക്കും. സോ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉള്ളിലേക്കും പുറത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന പോപ്പുലേഷനാണ് നമ്മൾ എന്താണ് സ്ട്രാഡ്ലിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്താണ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്ക്. സ്ട്രാഡ്ലിംഗ് സ്റ്റോക്ക് റേഞ്ച് ബോത്ത് വിത്തിൻ ദ EEZ ആൻഡ് as well as in the high seas. ഇപ്പോൾ ഷാർക്ക്, ട്യൂണ പോലുള്ള എന്താണ് മൈഗ്രേറ്ററി ഫിഷസ് എല്ലാം പറ്റും EEZന്റെ പുറത്തേക്കൊക്കെ പോകാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ സ്ട്രാഡ്ലിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ് ഈ EEZനകത്ത് മാത്രം നിൽക്കുന്ന എന്താണ് ഈ അറ്റ്ലീസ്റ്റ് 2 ബൗണ്ടറീസ്. Stock ranges in EEZ of at least 2 countries. A stock can be both transboundary and straddling. അപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ ഇതിനകത്തും എക്കണോമിക് സോണിലും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സോണിലും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ ഉള്ളിൽ ഒരേപോലെ വരികയാണെങ്കിൽ അതിനെയാണ് ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്ക് എന്താണ് ഒരു സ്ട്രാഡ്ലിംഗ് സ്റ്റോക്കുമാണ്, എന്താണ് ഒരു ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്കുമാണ്. നമ്മൾ അതിനുള്ളിൽ പുറത്തേക്ക് പോകുന്നതുമാണ്. അതോടെ രണ്ട് രാജ്യങ്ങളുടെ ബൗണ്ടറിക്ക് അകത്ത് വരുന്നതായ സ്റ്റോക്കാണ്. ഇതിനാണ് നമ്മൾ സ്ട്രാഡ്ലിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. സോ അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മിക്സഡ് സ്റ്റോക്ക്. മിക്സഡ് സ്റ്റോക്ക് എന്താണ്? മിക്സഡ് സ്റ്റോക്ക് ഇസ് എ ഫിഷറി whose stock consists of fish that are of variety of ages, sizes, species, geographic and genetic origins and a combination of these variables. അപ്പോൾ നമ്മളെ ഒരു
പോപ്പുലേഷൻ എടുത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പിടിക്കുമ്പോൾ ഫിഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് പല ഏജ് ഗ്രൂപ്പ്, പല സൈസ്, പല സ്പീഷീസ്, പല ജോഗ്രഫിക്കൽ ജനറ്റിക് ഒറിജിൻ, ഇതിൻ്റെ എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ അതിനെ മിക്സഡ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഇത് പല ഏജ് സൈസും സ്പീഷീസും എല്ലാം കൂടെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്കതിനെ അത് വളരെ ചലഞ്ചസ് ആണ്. നമുക്കതിന് സ്റ്റോക്ക് ഡിറ്റർമിൻ ചെയ്യാനും അതിനകത്ത് കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരാനും മാനേജ് ചെയ്യാനും. സോ ഒരുവിധപ്പെട്ട എല്ലാ കൊമേഴ്ഷ്യൽ മെത്തേഡ്സിലും ഈ പറയുന്ന ടാർഗറ്റിംഗ്, ഒരു സ്പെസിഫിക് ടാർഗറ്റിംഗ് ഫിഷിനെ വെച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് ലൈനൊക്കെ ചെയ്യുന്ന പോലെ അല്ല, ട്രോളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എല്ലാത്തിലും ഒരുമിച്ചാണ് പിടിച്ച് കെട്ടുന്നത്. സോ അതിനെന്താണ് ഫിഷറീസ് മാനേജേഴ്സ് വളരെ വലിയൊരു ഡിഫിക്കൽറ്റിയാണ്. മിക്സഡ് സ്റ്റോക്ക് ഓഫ് സ്പീഷീസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മോർഫോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതിന് ബയോളജിക്കൽ ക്യാരക്ടറും മോർഫോളജിക്കൽ ക്യാരക്ടറും എന്ത് പറ്റും, പല സ്പീഷീസ് ആയിരിക്കും, അതുപോലെ പല ഏജ് ഗ്രൂപ്പ് ആയിരിക്കും, അതുകൊണ്ട് എന്താണ് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കെന്താണ് ഫിഷറി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നെറ്റിന്റെ സൈസോ നെറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമുക്കൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. മിക്സഡ് സ്റ്റോക്ക് പോപ്പുലേഷൻ മേ യൂണൈറ്റ് ഇന്ത്യ യൂണിറ്റ് സ്റ്റോക്ക് ബൈ ജീൻ ഫ്ലോ. Then morphometric characters and metric characters have to be taken for different stock population or species. Using TC, at least statistical test for population have to be segregated. അപ്പോൾ TC അനാലിസിസ് ചെയ്ത് പോപ്പുലേഷൻ സെഗ്രിഗേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇന്നത്തെ സ്റ്റഡി നടക്കുന്നത്. മിക്സഡ് സ്റ്റോക്ക് ഓഫ് സ്പീസീസ് ഇസ് കോമൺ ഇൻ ട്രോപ്പിക്കൽ വാട്ടർ. അസസ്മെന്റ് ഓഫ് സച്ച് ട്രോപ്പിക്കൽ സ്റ്റോക്സ് ബിക്കം ഡിഫിക്കൽട്ട് ബൈ യൂസിങ് കൺവെൻഷണൽ മോഡൽ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ഒരു സീസണൽ വേരിയേഷൻ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എപ്പോഴും വാം ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീഷീസ് ഒക്കെ എന്താണ് മിക്സഡ് സ്റ്റോക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൺവെൻഷൻ ആയിട്ടുള്ള സ്റ്റോക്ക് മാനേജ്മെന്റിനുള്ള അസസ്മെന്റോ അതുപോലുള്ള പ്രാക്ടീസസോ ഒന്നും കൺവെൻഷണൽ മോഡൽസ് ഒന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ refinement for needed for proper assessment, and the aging become difficult in a mixed stock for tropical species. നമുക്ക് ഏജിങ് ഒന്നും കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല. പല ഏജിൽ പല സീസണിലുള്ള ഒരേ വർഷം തന്നെ ഒന്നിലേറെ സീസണിൽ എന്ത് പറ്റും സ്പോൺ ചെയ്യുകയും അതിനെല്ലാം ഡിഫറെൻറ്റ് കോഹോട്ടായിട്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഹോട്ടായിട്ട് തീരുമാനിക്കുന്നത് ഒരു കോഹോട്ടിൽ തന്നെ പല സൈസിലുള്ള ഫിഷസ് വരികയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ എന്താണ് നമ്മൾ ഏജ് ഡിറ്റർമിൻ ചെയ്യാനോ അസസ്മെന്റ് ചെയ്യാനോ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. Usually, many cohorts are released from the tropical stock, hence the assessment become more problematic. Mixed stock of species are varied spawning seasons and calculation of length at minimum maturity growth gets varied. അപ്പോൾ മിനിമം മെച്യൂരിറ്റി വരുമ്പോൾ അതിൻ്റെ ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താണല്ലോ നമ്മൾ സ്പോണിങ് സീസണൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ അതിൻ്റെ പോപ്പുലേഷൻ്റെ ഗ്രോത്തും കണ്ടുപിടിക്കുന്നത്. സോ ഇൻഡിവിജ്വലി നമുക്ക് അതൊന്നും അളന്ന് നമുക്ക് ഒരിക്കലും ഇന്നത്തെ എന്താണ് മിക്സഡ് സ്റ്റോക്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ എത്തിച്ചേരാൻ പറ്റത്തില്ല. സോ ലിമിറ്റേഷൻ ഇൻ അസസ്മെന്റ് ഓഫ് ട്രോപ്പിക്കൽ ഫിഷ് സ്റ്റോക്ക്. മേജറായിട്ട് മിക്സഡ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫിഷ് സ്റ്റോക്കിന്റെ അസസ്മെന്റ് ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നത്. കൺവെൻഷണൽ മോഡൽസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ടെമ്പറേച്ചർ സ്പീഷീസിൽ ആണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ സീസണലായിട്ടുള്ള വേരിയേഷൻ, അതായത് ഗ്രോത്ത് ഒരു സീസണിൽ ഇത്ര ഗ്രോത്ത് ഉണ്ടാവുകയും മറ്റ് സീസണിൽ ടെമ്പറേച്ചർ കുറയുന്ന സീസണിൽ ഗ്രോത്ത് റിട്ടാർഡ് ആവുകയും ചെയ്യുന്നൊരു ഇത് വെച്ചാണ് ഈ മോഡൽസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അത് നമുക്ക് ഒരിക്കലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ എന്താണ് ഒരു ഗ്രോത്ത് റിട്ടാർഡിങ് സീസൺ വരുന്നില്ല. കാരണം എന്താണ് ഇവിടെ എപ്പോഴും എന്താണ് ഒരു നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് കൺവെൻഷനലായിട്ട് ട്രോപ്പിക്കലുള്ള ഫിഷസിന് എല്ലാം എന്താണ് ഗ്രോത്ത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു സീസണൽ വൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫിഷിംഗ് മോർട്ടാലിറ്റി പാരാമീറ്റേഴ്സ് സെഡ് നാച്ചുറൽ മോർട്ടാലിറ്റി, അതുപോലെ ഫിഷിംഗ് മോർട്ടാലിറ്റി, ഫിഷിംഗ് എഫർട്ട്, അതുപോലെ ഗ്രോത്ത് പാരാമീറ്റേഴ്സ് ഇതെല്ലാം നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ കൺവെൻഷണൽ മോഡൽസ് ആയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ എടുത്ത് ജനറൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് മാത്രമേ നമുക്ക് എന്താണ് അസസ്മെന്റ് നടത്താൻ പറ്റൂ. ഇതെല്ലാം ട്രോപ്പിക്കൽ ഫിഷ് സ്റ്റോക്കിലെ അസസ്മെന്റ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്.